തിരൂർ സതീഷിനെ ചോദ്യം ചെയ്യുകയോ അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും രീതിയിൽ അന്വേഷണം നടത്തുകയോ ചെയ്യാതെ ജനങ്ങളുടെ മുമ്പിൽ പരിഹാസ്യമായ ഒരവസ്ഥയാണ് ഇ ഡി ഇപ്പോഴും നേരിടുന്നത്. കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ഇ ഡി എടുക്കുന്ന ഇത്തരം നിലപാടുകൾ നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ കോൺഗ്രസ്സുകാരും ഈ ധർമ്മനെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ കള്ളപ്പണ കേസ് അല്ലെങ്കിൽ കുഴപ്പണം കേസുമായിട്ട് ബന്ധമുള്ളവരാണ്. ഷാഫിയെ പറ്റി സുരേന്ദ്രൻ തന്നെ പറഞ്ഞത് ബി ജെ പി മാത്രമല്ല കോൺഗ്രസിൻ്റെ നേതാവായ ഷാഫിയെ പോലുള്ളവർക്ക് പങ്കുണ്ട് എന്ന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യം നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ ഇത്തരം പരിശോധനകളൊന്നും ഇ ഡിയുടെ ഭാഗത്തുണ്ടാവുന്നില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ഇതേപോലെ തന്നെ കേന്ദ്ര ഏജൻസികൾ ഗവൺമെൻറ്റിനും മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനുമെല്ലാം എതിരായി വലിയ രീതിയിലുള്ള കടന്നാക്രമണം നടത്തിയത് നമുക്കറിയുന്നതാണ്. അപ്പോൾ തികച്ചും രാഷ്ട്രീയമായ കാരണങ്ങൾ കൊണ്ട് പ്രതിപക്ഷ രാഷ്ട്രീയ നേതൃത്വത്തെയും ഗവൺമെൻറ്റിനെയും പ്രതിക്കൂട്ടിലാക്കുന്നതിന് വേണ്ടിയുള്ള കള്ള പ്രചാരവേലയും പ്രചരണവും കേസും കൈകാര്യം ചെയ്യുമ്പോൾ തന്നെ ബി ജെ പി നേതൃത്വത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഏത് തെറ്റായ സമീപനവും സ്വീകരിക്കാൻ ഒരു മടിയും കാണിക്കാത്ത ഈ ഇ ഡിയുടെ വിശ്വാസ്യതയെ കേരളത്തിലെ ജനങ്ങൾ വളരെ ഫലപ്രദമായി തുറന്നു കാണിക്കും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. ഇതെല്ലാം വെച്ചുകൊണ്ട് ഈ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്ന ഇ ഡിയുടെ പ്രതിപക്ഷ വിരുദ്ധ സമീപനത്തെയും ഭരണകക്ഷിയോടൊപ്പം നിൽക്കുന്ന നിലപാടിനെയും കേട്ടുകേൾവിയില്ലാത്ത രീതിയിലുള്ള ഇത്തരം പ്രക്രിയയ്ക്ക് നേതൃത്വം കൊടുത്ത ഇ ഡിക്കെതിരായി അതിശക്തിയായ ജനകീയ വികാരം കേരളത്തിൽ ഉയർന്നു വരേണ്ടതായിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ താഴെ തലങ്ങളിൽ വരെ ഇതിനെതിരായ പ്രതിഷേധ പ്രകടനങ്ങളും അതുപോലെ തന്നെ വില്ലേജ് അടിസ്ഥാനത്തിലുള്ള പ്രകടനങ്ങളും ഏരിയ അടിസ്ഥാനത്തിലുള്ള പ്രകടനവും പൊതുയോഗവും ജില്ലാ കേന്ദ്രങ്ങളിലുള്ള പൊതുയോഗവും എല്ലാം സംഘടിപ്പിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ വരുന്ന 29-ാം തീയതി കൊച്ചിയിലെ ഇ ഡി ആസ്ഥാനത്തേക്ക് ഇത്ര നെറികെട്ട രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്ന ഇ ഡിയെ തുറന്നു കാണിക്കത്തക്ക രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കേണ്ടതുണ്ട് എന്നും പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. അത് ഇനിയുള്ള ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രചരണം, അതുപോലെ തൃശ്ശൂർ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ശക്തിയായിട്ടുള്ള പ്രതിഷേധം, കേരളത്തിലുടനീളം വ്യാപകമായ രീതിയിലുള്ള പ്രതിഷേധം ഇതിൻ്റെ ഭാഗമായിട്ട് ഉയർന്നു വരണം എന്ന് തന്നെയാണ് അത് സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാനുള്ളത്. നാളെ വയനാട് ദുരന്തത്തിൻ്റെ ഭാഗമായിട്ടുള്ള കേരള ഗവൺമെൻറ് മുൻകൂട്ടി തീരുമാനത്തിന് അടിസ്ഥാനപ്പെടുത്തി കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ഈ മാസം 20 എപ്പോഴെങ്കിലും നടത്തിയിരുന്ന കാര്യം ഇപ്പോഴല്ലേ ഇത് മുഴുവൻ ജനങ്ങളും ഗൗരവപരമായിട്ട് കാര്യം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. 29-ന് കാരണം ഇത് തുറന്നു കാണിക്കാൻ വേണം. ഇതിൻ്റെ രാഷ്ട്രീയമാണ്. ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് പച്ചയായിട്ട് ഭരണവർഗത്തിന് വേണ്ടി എന്തും ചെയ്യാൻ, ദാസ്യവേല ചെയ്യാൻ തയ്യാറാവുന്ന ഒരവസ്ഥയാണ് ഈ ഇ ഡിയുടെ ഭാഗത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിനെ ശക്തിയായി ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. വ്യാപകമായ പ്രതിഷേധ പ്രകടനം നടക്കണം. ഒപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കണം. അതിൻ്റെ ഒപ്പം തന്നെ 29-ാം തീയതി ഇതിൻ്റെ ഒരു തുടർച്ചയായി ഇ ഡി ഓഫീസിലേക്കുള്ള ജനകീയമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയും വേണം എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത്. അപ്പോൾ വയനാട് ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് ലോകത്തിന് തന്നെ മാതൃകയാവുന്ന രീതിയിൽ ടൗൺഷിപ്പിന് തറക്കല്ലിടാൻ പോവുകയാണ് നാളെ വൈകുന്നേരം. അതൊരു വലിയ നാഴികക്കല്ലായിരിക്കും. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വേഗം ടൗൺഷിപ്പ് രൂപപ്പെടുത്താൻ കഴിയുന്ന രീതിയിൽ ദ്രുതഗതിയിൽ തന്നെ ആ പുനരധിവാസ പ്രവർത്തനം നടത്താനും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോക മാതൃകക്ക് വയനാട് ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട പുനരധിവാസം എന്നത് പറയാൻ കഴിയുന്ന രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യപ്പെടുമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ DYFI മാതൃകാപരമായ ഒരു പ്രവർത്തനം ഇതിൻ്റെ ഭാഗമായിട്ട് നിർവഹിച്ചു കഴിഞ്ഞു. എല്ലാവരും ഞങ്ങളിങ്ങനെ സഹായിക്കുമെന്ന് പറയുന്നുണ്ട്. ഏതായാലും DYFI പണപ്പിരിവ് നടത്താതെ അവരുടെ അധ്വാനവും അവരുടെ
സംഘടനാപരമായ കഴിവും ശേഷിയുമെല്ലാം ഉപയോഗിച്ചുകൊണ്ട് പാഴ്വസ്തുക്കൾ ശേഖരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് 100 വീട്, അവരാദ്യം തന്നെ 25 വീടായിരുന്നു ഞങ്ങൾ നൽകുമെന്ന് പറഞ്ഞത്, 100 വീടിന് 20 കോടി റുപ്യ മുഖ്യമന്ത്രിയെ ഏൽപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും മാതൃകാപരമായി നടത്തിയ ഈ പ്രവർത്തനത്തെ കേരളത്തിലുള്ളവർ മാത്രമല്ല എല്ലാവരുടെയും മുക്തകണ്ഠ പ്രശംസ അവരർഹിക്കുന്നു എന്നുള്ളതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്.